അതെ, നീ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. നമ്മൾ പോകുന്ന എവിടെയാണ് സാറേ? അംഗൻവാടിയിലേക്ക്. ആ ആ ആ ആ അവിടെ പോകുമ്പോൾ 10 രൂപയുടെ ബിസ്ക്കറ്റ് നമ്മൾ മേടിച്ച് വെക്കുക. ഒരു 4-5 പാക്കറ്റ് മേടിച്ച് വെക്കുക. ഇങ്ങനെ പിള്ളേർക്ക് ഓരോന്ന് കൊടുക്കുക. ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. ഈ പിള്ളേരെന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് പറയും എനിക്ക് ബിസ്ക്കറ്റ് കിട്ടി, അവിടെ 2 അങ്കിളന്മാർ വന്നിട്ട് ബിസ്ക്കറ്റ് തന്നു എന്ന് പറയുമ്പോൾ അവരന്വേഷിക്കുക ആരാണ് ബിസ്ക്കറ്റ് കൊടുത്തതെന്നും അന്വേഷിക്കുമ്പോൾ നമ്മളെ പാർട്ടിക്കാരാണ് നമ്മളാണെന്ന് പറയുമ്പോൾ അടുത്ത ഇലക്ഷന് 5-6 വോട്ട് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ആ അപ്പോൾ അതുപോലെ ചെയ്യ്, നീ ബിസ്ക്കറ്റ് മേടിക്കുക കേട്ടാ. ശരി ശരി ശരി, ഓക്കെ. പിള്ളേർക്ക് ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചോടത് ഓട്ട് പിടിച്ചിട്ട് സ്കൂൾ ലീഡർ ആവാൻ പോവുക ക്ലീറ്റോ? അയ്യോ എടി, ഇതാണ് പറയണത് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയണത്. എടി തങ്ക, ഞങ്ങൾ കൊടുക്കുന്ന ഓരോ ബിസ്ക്കറ്റും DDTക്കുള്ള അടുത്ത വോട്ടുകളാണ്. ഞങ്ങളെ വോട്ട് ബാങ്കിലേക്ക് വീണ് വോട്ടാ. രക്ഷകർത്താക്കളെ ഞങ്ങൾ പിടിക്കാനുള്ളൊരു സൈക്കോളജിക്കൽ മൂവ് ആണത്. ഓ അങ്ങനെയാണോ? ആ അങ്ങനെയാണെങ്കിൽ ഒരേ ബിസ്ക്കറ്റ് വെട്ടിയും കൊണ്ട് വല്ല ഡേ കെയറിലും പോ. എന്തിനു ഡേ കയറി പോണെന്തിനു? അവിടെയല്ലേ ഇപ്പൊ പിള്ളേരുള്ളൂ, അംഗൻവാടിയിലൊന്നും പിള്ളേരില്ല. ഓ അടുത്ത വർഷം പെൺപുലിയിലെ പെണ്ണുങ്ങൾ എല്ലാവരും ഇറങ്ങണമെന്ന് പറഞ്ഞേക്കണേ പിള്ളേരെ പിടിക്കാൻ അംഗൻവാടിയിലോട്ട്. അല്ല, അതിന് നിങ്ങൾ ഈ അങ്ങനെ പിള്ളേരെ പിടിക്കാൻ ഇറങ്ങണ്ട. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ പെൺപുലിയിൽ എല്ലാവരും കൂടെ എത്ര പേരുണ്ട്? പെൺപുലിയിൽ ഒരു 10-40 പേരുണ്ട്. 40 പേരുണ്ട്. നിങ്ങൾ ഈ 40 പേരും ഒരു തീരുമാനം എടുക്കുക. നാം രണ്ടും നമുക്കൊന്നും എന്നുള്ള ആ അതിനുണ്ടല്ലോ, അതിനെ കൂടെ കാറ്റി പറത്തുക. എന്നിട്ട് നമ്മൾ സമൂഹസ്ഥിതി എന്ന് പറയും പോലെ ഒരു സമൂഹ പ്രസവം ചെറുപറയെന്ന് അങ്ങോട്ട് നടത്തുക. 4-ാം വർഷം 40 പിള്ളേരെ കിട്ടും അംഗൻവാടിക്ക്. എങ്ങനെയുണ്ട്? ക്ലീറ്റോ ഇപ്പൊ ഈ പറഞ്ഞത് പുറത്താണെങ്കിലുണ്ടല്ലോ എനിക്കിതിന് മറുപടി പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പെണ്ണുങ്ങളെ ആക്ഷേപിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ ക്ലീറ്റോന്? അതാണല്ലോ കല്യാണം. ഒരു സ്ത്രീക്ക് പുരുഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് കല്യാണം. പിന്നെ ചിലരതിലങ്ങനെ അലിഞ്ഞൊലിഞ്ഞ് അങ്ങനെ ഉരുവി അങ്ങ് തീരും. പിന്നെ എന്നെ പോലുള്ളോ ഇങ്ങനെ സഹികെട്ട് പിടിച്ച് നിൽക്കും. അയ്യോ സഹികെട്ട് പിടിച്ചു നിൽക്കാണോ? അത്ര ബുദ്ധിമുട്ടി ക്ലീറ്റോ എന്നെ സഹിക്കണ്ട. ക്ലീറ്റോ മാറി ചിന്തിച്ചോളാം. ഞാൻ എത്ര നാളായി പറയണേ. എനിക്ക് അറിഞ്ഞൂടാത്തൊന്നല്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണോ? എനിക്ക് പിന്നെ വിഷമമുണ്ടാ? എനിക്ക് ഭയങ്കര പൈസ ഇങ്ങോട്ട് വാ. എനിക്ക് വയ്യ എഴുന്നേറ്റ് വരെ. ഇത്രയും വരെ വന്നിട്ട് നിങ്ങൾ ഭയങ്കര ചർച്ചയല്ലേ? ഇനി അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇരിക്കുന്നത്. ഈ ചർച്ചയിൽ നീ കൂടി പങ്കെടുക്കേണ്ടതാ. എന്താണ്? ഞങ്ങൾ രണ്ടുപേരും ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ആഹാ, നല്ല കാര്യം. കണ്ടോ? എന്റെ ക്ലീറ്റോ ചേട്ടൻ രക്ഷപ്പെടും. അവളും സമ്മതിച്ചു. എന്നിട്ട് പ്രേമ ചേച്ചി തന്ന LIC ചിട്ടി പൈസ. ഞാൻ ഈ ഡൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ചുമ്മാ പറഞ്ഞടി. എനിക്ക് ഇവളില്ലാതെ പറ്റൂല. അയ്യോ, ഇതെന്ത് പെട്ടെന്നൊരു സ്നേഹം. അയ്യോ, അത് മനസ്സിലായില്ലേ? ദേ ഇത് കണ്ടിട്ട്. അയ്യോ, നിന്റെ കാശ് ഇവിടെ ആരെങ്കിലും ചോദിച്ചാ ഞാൻ തരുവോ? ആർക്ക് വേണോടി നിന്റെ പൈസ? എനിക്ക് വേണ്ട. അവിടെ ഒരു മാട്ട ചായയും. ഞാനേ വക്കീലിനെ കാണാൻ പോവാ. എന്തിന്റെ ഡിവോഴ്സിനാ? കൊള്ളാം, വക്കീൽ ഫീസ് ഞാൻ തരൂല. ഫേസ്ബുക്കില് ഫോട്ടോ കണ്ട? ആരുടെ? അച്ചാച്ചന്റെ പിള്ളേരോട്ടൊക്കെ എന്താ ബീച്ചില്. റൊണാൾഡോ എടി ഒന്ന് കാണിച്ചോടി. ചോദിച്ചിട്ട് ഫോൺ എടുക്കുക. എന്റെ ഫോൺ എടുത്തില്ല. എടക്കേ എന്നോട് പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ്. അവരവിടെ അടിച്ചു വേണ്ടിട്ട് അടിക്കും. എന്നാ അടിക്കും. ഇതിപ്പോ മറ്റെന്താണ്ട് കപ്പിള് പറയൂലോടി. എന്തുവാ? ഐഡിയ കപ്പിളോ? ഐഡിയ കപ്പിൾ അതുപോലെ ഉണ്ടല്ലോ. ഇത് കണ്ട ആരെങ്കിലും പറയൂ ഇവര് തമ്മിൽ ഇടിയാന്ന്? കൊള്ളാം എന്തായാലും. അപ്പൊ ഇപ്പോഴൊന്നും വരൂല കേട്ടോ. നല്ല കാര്യം, വീട്ടിൽ നിൽക്കട്ടെ. ഞാൻ പോണി ചേച്ചി. അമ്മയും അമ്മാവനും കൂടെ പറമ്പിൽ പോയിരിക്കുക. വരുമ്പോഴത്തേക്ക് ഏട്ടൻ പോയി. വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. എന്നാ ചെല്ല്. മാട്ട ചായ എന്ന് പറഞ്ഞ് കുടിച്ചില്ല. കാണിച്ചു തരാം ഞാൻ. ഈ കുരുമുളകിന്റെ വള്ളിയൊക്കെ നിക്കണോക്ക് കണ്ട. ഇതൊക്കെ ഇങ്ങോട്ട് വെട്ടിക്കൂട്ടിട്ട് അടിയിൽ നല്ല ഇലകൾ ഇങ്ങനെ ഇട്ടിട്ട് മണ്ണിട്ട് അങ്ങോട്ട് മൂടിയാ തഴച്ചു വളരില്ലേ? അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. പെണ്ണ് കയറാത്ത അടുക്കളയും കൃഷി ചെയ്യാത്ത പറമ്പും ദോഷ. പിന്നെ ഇതിന് ദോഷമൊന്നുമല്ല പറയേണ്ടത്, അഹങ്കാരം എന്നാ. അല്ല, ഈ സമയത്ത് 10 വാഴ വായിച്ചെങ്കിൽ 10 കൊല വെട്ടിക്കൂടായിരുന്നാ? ഞാൻ പറയാറില്ലല്ലോ എപ്പോഴും. അതെങ്ങനെയാ? പെണ്ണുമ്പുള്ള തുള്ളാൻ പോണതിന്റെ 10 കാശ് കിട്ടുന്നുണ്ട്. അതിന്റെ അഹങ്കാരം. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാണ്ട് ഈ ലില്ലിനെ പറയണത്? അത് പാവം പഠിച്ചൊരു തൊഴിൽ ചെയ്യാൻ പറഞ്ഞ കുടുംബത്തിന് വരുമാനല്ലേ? 2 പെൺകുട്ടികളല്ലേ അവർക്ക്. പിന്നെ പെൺകുട്ടികളെ കാര്യമൊന്നും പറയണ്ട. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് ഓടുന്ന സൈസുകൾ. അപ്പൊ അച്ഛമ്മയുടെ ഗുണം അവർക്കും ഉണ്ടാവും. നിങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെയല്ലായിരുന്നു. അതെ, ഇതിപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങൾ വിചാരിച്ചാലൊന്നും ഈ പറമ്പ് നേരാക്കാൻ പറ്റില്ല. പിന്നെ പോലീസുകാരും വിചാരിച്ചാലും നടക്കില്ല, രാഷ്ട്രീയക്കാരും വിചാരിച്ചാലും നടക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ സ്ഥലം പാട്ടത്തിന് എടുത്തിട്ടാണ് കൃഷി നടത്തിയാലോ? ഒന്നുകൂടെ പറ.
അല്ല ഈ സ്ഥലം മുഴുവൻ ഞാൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്താലോന്ന്. ഒരു കാര്യമില്ലാതെ നീ പറമ്പിലോട്ട് എന്നെ വിളിച്ചോണ്ട് വന്നപ്പോഴേ എനിക്ക് തോന്നി ഇത് പാട്ടത്തിന് ചോദിക്കാനാണെന്ന്. സത്യം പറയാലോ ഗിരിരാജ, എനിക്ക് പേടിയാ. എന്തിന്? അല്ല പണ്ടാരാണ്ട് പറഞ്ഞ കണക്ക് പാട്ടത്തിന്റെ അടുത്തെടുത്തിട്ട് നീ അതങ്ങ് കൈക്കലാക്കിയാലോ? ഞാനോ? ഈ സ്ഥലോ? അത് ശരി. അപ്പൊ അങ്ങനെയാണ് എന്നെ കരുതിന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പറ്റിക്കൂടി ഇവിടെ വന്നു പോവാന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് നിങ്ങളുടെ പറമ്പും വേണ്ട, പത്തായും ഞാനൊരു തമാശ പറഞ്ഞു. പിന്നെ കാര്യത്തോളം നീ എന്റെ മോനല്ലേ? മോനാണെങ്കിൽ എല്ലാം കൂടി തരണം. അതല്ലല്ലോ കാര്യത്തിൽ വേണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. വേണ്ട, വിടേണ്ട വേണം. എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചോടാ, ഞാൻ വീഴൂലേ. ഓരോരോ കാര്യങ്ങൾ ഓടല്ലേടാ. ഇതെന്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ പറഞ്ഞിട്ട്? ഇങ്ങോട്ട് നോക്ക്. എന്ത് പറ്റി? എന്താ മുഖം വല്ലാതിരിക്കണത്? റോസ് ചേച്ചിയുടെ വഴക്കിട്ടാ? റോസായിട്ടല്ല, റോസിന്റെ മറ്റേ കുട്ടിച്ചനമ്മാവനില്ലേ, പുള്ളിയായിട്ട് വഴക്കുണ്ടായി. എന്തിനാ ചേച്ചി കണ്ണി കാണുന്നവരോടൊക്കെ വഴക്കടിക്കുന്നത്? ഇതിപ്പോ അവിടെ ചെന്നിട്ട് റോസ് ചേച്ചിനെ കണ്ട് പിള്ളേരെ കണ്ട് സന്തോഷത്തോട് തിരിച്ചു പോരാനുള്ളതിന് വഴക്കും പിടിച്ച് വന്നേക്കുന്നു. ആ ചേച്ചി സന്തോഷമായിട്ടൊക്കെ ഇരുന്ന ലില്ലിപ്പെണ്ണെ, ഞാനൊന്നും പറഞ്ഞില്ല. ഇത് തന്നെയാണ് എപ്പോഴും പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞില്ല. എടാ ഭീകരാ, ഫോട്ടോ കണ്ട് ഞങ്ങൾ എന്ത് രസാടാ. തമ്മി കണ്ട കീരിയും പാമ്പോ എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യും ഭാര്യയും ഭർത്താവും കൂടെ. കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ വഴക്കിട്ടാ വന്നേക്കുന്നത്. എന്റെ റൊണാൾഡെ, വല്ലപ്പോഴും അല്ലേടാ വീട്ടിലോട്ട് പോണത്. ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ സന്തോഷമായിട്ടിരിക്കാനുള്ളതിന് നീ ഒന്ന് പറഞ്ഞ രണ്ടാമതിന് അവളോട് ചാടിക്കടിക്കണ എന്തിനാ? റോസ് ചേച്ചിയായിട്ടല്ല, കുട്ടിച്ചനമ്മാവനുണ്ടല്ലോ, കർഷകശ്രീ, അവരുടെ ഒരു മറ്റേ പൊക്കമുള്ളത് അയലുമായിട്ടാ. അതിനിപ്പോ എന്നാ? എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേരും അങ്ങേറെ മോള് മരുമോനെ പിള്ളേര്, ഞാനേ റോസ്മേരി പിള്ളേരുണ്ട്, അമ്മച്ചി പെതിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ബീച്ചിലൊക്കെ കണ്ട് അവിടെ ഫോട്ടോ എടുപ്പം പിന്നെ ചെറിയ പാർക്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് അതെല്ലാം കയറി നല്ലതങ്ങ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും അയാൾ തമാശ പറഞ്ഞിട്ടുണ്ടാവും. സത്യമായിട്ട് എന്റെ വായിന്ന് ഒന്നും വരില്ല. നിങ്ങൾ ഞാൻ പറയുന്നൊന്നും എനിക്ക് ഒന്നാമത് തലവേദന എപ്പോഴും പോകും. സത്യമായിട്ട് ലോസ്പേരി വിളിച്ചു ചോദിക്കും. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിക്കാനായിട്ടല്ലോ ഉന്തുവണ്ടിയിൽ ഐസ്ക്രീം വന്നപ്പോൾ ഞാൻ എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അപ്പൊ എന്റെ പൈസ ഇല്ലല്ലോ, ഗൂഗിൾ പേയിലെ കണ്ട് കുറച്ച് പൈസ ഉണ്ട്. ഞാനങ്ങനെ ആ ഐസ്ക്രീമിന്റെ പൈസ ഗൂഗിൾ പേ അയച്ചു കൊടുത്തപ്പം അയാളുടെ എന്തോ സെർവറോ അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് പൈസ കയറുന്നില്ല, പ്ലീസ് വെയിറ്റ് എന്നും പറഞ്ഞിങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളൊരു കാര്യം പാർക്കിൽ പോയി കളിക്ക്, ഞാൻ ഈ പൈസ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അയാൾ ഇങ്ങോട്ട് വന്നു, പൈസ ഇല്ല പറഞ്ഞാൽ പോരെ, എന്തിനു ചാടയും പത്രാസം കാണിക്കുന്നത്, നിന്റെ കയ്യിൽ എവിടുന്ന പൈസ എന്നും പറഞ്ഞു എന്നെ അവർ ബീച്ചിൽ നിന്ന് ഒരു കേക്ക് ആക്ഷേപം പറഞ്ഞു. സത്യം എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അപ്പൊ റോസ്മേരി പറഞ്ഞു ഗൂഗിൾ പേ അയച്ചിട്ട് കയറുന്നില്ല. എടി നീ മനസ്സിലാക്കാം, അവൻ ഉടായിപ്പാണ്, അവൻ്റെ എനിക്ക് ഒന്നുമില്ല, ഫ്രോഡ് പണിയാ, പിള്ളേരെ ഉണ്ടാക്കിയിട്ടാ പോരാ എന്നൊക്കെ പറഞ്ഞ എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഒരക്ഷരം പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല, തിരിച്ചു പോരും. ഇങ്ങനെയുള്ള സമയത്താണ് തിരിച്ചു പറയേണ്ടത്, അവിടെ ഒന്നും പറയാതെ. എന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാനിഞ്ഞു പോകും. എന്ത് വഴക്കുണ്ടാക്കണത്? ഒന്നാമത്തെ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മാവനാണെങ്കിലും അമ്മായി ആണെങ്കിലും ശരി, നിർത്തേണ്ട സ്ഥലത്ത് നമ്മളെ നിർത്തണം, ഇല്ലെങ്കിലല്ലേ തലേ കയറിന്ന് വരും. ചേച്ചി സത്യം പറഞ്ഞ എനിക്ക് ഈ അമ്മാവൻ്റെ അടുത്തില്ല ഓനതും പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നാളെയും കാണണ്ടേ, അല്ലെങ്കിൽ ഞാൻ 2 വർത്താനം പറയും. ഈ അമ്മാവനെ ക്ലീറ്റോനെ കണ്ണിന് കണ്ടുകൂടല്ലോ. പിന്നെ എന്താ ചെയ്യണ, വല്ലപ്പോഴും വരും, മുമ്പിൽ വരും, വർത്താനം പറയും. അപ്പൊ മുഖം കറുത്ത് ഒന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടി പോണോന്നാ ക്ലീറ്റ പറയാറ്. കിട്ടും, എന്റെ കൈവാക്കന് വരും, ഞാൻ നല്ല ഇടിയായിരിക്കും. കൊടുക്കണം, നല്ല ഇടി കൊടുക്കണം. എന്നാലും എന്തൊരു അഹങ്കാരമല്ലേ ഈ വയസ്സാങ്കാലത്ത്. ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട്? കൃഷിയുണ്ട്, വലിയ കർഷകനാന്ന് പറഞ്ഞ നകളിപ്പ. അങ്ങനെ പൈസയും കൃഷിയും കർഷകനൊക്കെ ആയിരിക്കും, അതൊക്കെ അയാളുടെ കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. അതിന്റെ ഒരാവശ്യവും ഇല്ല. മണമലം വരുന്നുണ്ട് ചേച്ചി, കരിയുന്ന. അയ്യോ എന്റെ തോരൻ. എടി വരുമ്പോ ഇച്ചിരി പുളി എടുത്തിട്ട് ചേച്ചി ഇങ്ങോട്ട് വാ, ബാക്കി വന്നിട്ട് പറയാം. അവനൊന്നും ചെയ്യല്ലടാ നീ പോ. പോടാ.
കണ്ടാ കണ്ടാ അവന്റെ നോട്ടം കണ്ടാ ഞാനില്ലാന്നെങ്കിൽ ഇപ്പൊ അവൻ നിന്നെ ശരിയാക്കിയേനാ. ഞാൻ അതിന് പിറകെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞവരോട്? നിന്റെ ഈ കാണുമ്പോൾ ഉപദേശം പറച്ചില്ല എല്ലാത്തിനും കുഴപ്പം. ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടു പൊട്ടിക്കണോന്ന്. ചേച്ചിക്കും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടടാ. അങ്ങനെയല്ലേ നിന്റെ ഉപദേശം പറച്ചില്. അല്ല, ഇനി ഇവൻ അങ്ങനെ തോന്നിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ ലില്ലിക്കും തങ്കത്തിന് എന്നോട് ഇത്ര വൈരാഗ്യം ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല ചേച്ചി. അല്ല എന്തായാലും കനകം വരട്ടെ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക്. അതുവരെ നീ ആരോടും മിണ്ടാനും പറയാനും ഒന്നും പോകണ്ട. പ്രത്യേകിച്ച് അവന്റെ മുമ്പിൽ നിന്ന് ചാടി കൊടുക്കരുത് കേട്ടാ. ഇല്ല, ഞാൻ ആരുടെ മുമ്പിൽ ചാടി കൊടുക്കണില്ല, ആരെയും കാണാനും നിൽക്കണില്ല, ഇങ്ങോട്ട് വരണ്ടുമില്ല, ആരും ഉപദേശിക്കണില്ല. ഞാൻ പോവാ. എടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. കനകൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ചേച്ചിയോടും കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാ ഞാനും തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണേ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പോകാൻ വേറെ കുടുംബക്കാരൊന്നുമില്ല. എടാ, നിനക്കും ഗിരിജയ്ക്കും എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെയും കൂടെ വീടല്ലേ എടാ ഇത്? വേണ്ടേ, എന്റെ മുട്ടുകാര് തല്ലി ഓടിക്കാനുള്ളവരും എന്നെ കണ്ടുകൂടാത്തവരും ഇവിടെ ഉള്ളവരും. ഇവിടേക്ക് ഇനി ഞാനില്ല. വന്നാ രണ്ടുപേരും? വാ, ചോറെടുത്ത് വെച്ച്. ഇത്രയും വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാടി നിനക്കിങ്ങനെ അഭിനയിക്കാൻ കഴിയണം? നീ പ്ലേറ്റ് എൻ്റെ ഞങ്ങൾ തന്നെ. അമ്മാവാ, എന്തു ആലോചിക്കുന്ന? അമ്മാവനോടെ പോണ? അവൻ വീട്ടിലോട്ട് പോണെന്ന്, അവന് ചോറ് വേണ്ടെന്ന്. ഇതെന്ത് കളി? പറമ്പിലോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് ചോറ് റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് വായി പിടിച്ചാ ഞാൻ കൂമ്പ് തോരനൊക്കെ ആക്കിയത്. ചോറിനിട്ട് പോയാൽ മതി. എനിക്കും അവനും ചോറ് വേണ്ട. ഇതെന്തൊരു കളി? രണ്ടുപേരുടെ വിശപ്പ് ഒരുമിച്ച് പോയാ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഞാൻ ചോറുണ്ടാക്കി വെച്ചത്. രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ, അല്ലെങ്കിൽ നലുനത്തലുന്ന വടിയിരിപ്പോ ഞാൻ എടുത്തോണ്ട് വരും. വാന്ന് വാ. എടാ, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടാ, നമ്മളെ അടിക്കാനൊന്നും അവൾക്ക് ഒരു മടിയില്ലെന്ന്. നീ ഫോൺ എടുത്ത് കനകരെ ഒന്ന് വിളിക്ക്. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അല്ല, എന്താണമ്മ പ്രശ്നം? അമ്മായി എന്നെ വിളിച്ചിട്ട് പറയാണ് ഇങ്ങോട്ട് വരാൻ നിന്നതാണ്, പക്ഷെ ഇപ്പം അമ്മ വിളിച്ചു പറഞ്ഞാൽ വരണ്ട, നമുക്ക് ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് പ്രശ്നം? ഞാനറിയാത്ത എന്താ പ്രശ്നം ഇവിടെ നടക്കുന്നത്? ആരെങ്കിലും പറയാങ്ങോട്ട്. എടാ, ഞാനും അവനും കൂടെ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു സംസാരം കേൾക്കുന്നത് എന്തോന്നാണ്, റൊണാൾഡും തങ്കവും ലില്ലിയും കൂടെ എന്ത് യവനെ ഇടിക്കണം, അവന് പണത്തിന്റെ അഹങ്കാരമുണ്ട്, അവൻ പണക്കാരനായിപ്പോയി, എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് ഒന്നും ഞാൻ പേടിച്ചു പോയടാ. ഈ ലില്ലിക്കും തങ്കത്തിനും എന്താ കുഴപ്പം? ഇപ്പൊ എനിക്കറിഞ്ഞൂടാ. എന്തമ്മാ പ്രശ്നം? അതാണ് എനിക്കറിയാത്തേ. ഒരു കാര്യം എനിക്കറിയാം, അമ്മാമ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണതും അവരെയൊക്കെ ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല തന്നെ. എന്നങ്ങനെ പറയാതെ ഗ്ലീറ്റോടെ ഉണ്ടോ? ഇല്ല, അവൻ വന്നില്ല. എന്ത് പറഞ്ഞാലും ശരി തന്നെ. നാത്തൂനും കൂടെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എവനും ഉണ്ട്, ഞാനും ഉണ്ട്. സത്യം പറയാം, എനിക്കിവിടെ നിൽക്കാൻ പേടിയായിരിക്കുക. എന്തെന്നൊക്കെ പറയാ ചേച്ചി പറയണ കാര്യ, അവർക്കിപ്പോ എന്തിനും കൂട്ടി നിൽക്ക ഒരു ഗുണ്ടനെ വളർത്തുണ്ടല്ലോ, തെറ്റിപ്പറ്റിട്ട് റൊണാൾഡ്. അവന്റെ കൈയെങ്ങാൻ എന്റെ മേലെ വീണ പിന്നെ അതെ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? സത്യം പറഞ്ഞാൽ അവനെ ഞാൻ ഉപദേശിക്കുന്ന അവന് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഭാര്യയും കുട്ടികളും വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴും പണിയെടുക്കാണ്ട് ഇങ്ങനെ തിന്ന് നടക്കാണ്ട് വല്ല പണിക്ക് പോയിട്ട് 10 രൂപ വീട്ടിൽ കൊടുക്കണമെന്നൊക്കെ നമ്മൾ കാരണവന്മാര് ഉപദേശിക്കും. അത് ഇഷ്ടമല്ലെങ്കിൽ അതിന് അതിന്റെ പേരിൽ എന്തെങ്കിലും തർക്കമോ വഴക്കോ ഉണ്ടായാ? അതല്ലേ പറഞ്ഞേ എന്റെ മുട്ടുകാർ തല്ലിയൊടിക്കും എന്നൊക്കെ. ആ രമാവന്റെ അടുത്ത് പറഞ്ഞാവൻ അവര് പറഞ്ഞ് ഞങ്ങള് കേട്ടതല്ലേ. ഞാനിനി ഇവിടെ നിൽക്കില്ല. എവിടെ പോണോ? അവിടെ ഇരിക്കും. അമ്മ അവിടെ ഇരിക്കും. രണ്ടിനൊന്നും അറിയണമല്ലോ. അവര് വരട്ടെ, കാര്യം കൂട്ടി ചോദിക്കണമല്ലോ. ഇല്ലേ ഇല്ലേ? അവരിവിടെ ഇല്ല. എവിടെ പോയി? താഴെ സുലുവിന്റെ വീട്ടിൽ പെമ്പുലിയുടെ മീറ്റിംഗ് കിടക്കല്ലേ, അവര് അങ്ങോട്ട് പോയി. ആ വരട്ടെ. നല്ല കൂത്ത്. അമ്മ ഇങ്ങനെ വിഷമിക്കണം എന്തിനാ? ഞാനില്ല ഇവിടെ. കൊള്ളാം. ക്ഷമിക്കാതില്ല. പോയാലോ? ഇന്നില്ല, അവൻ വന്നല്ല. അവിടെ ഇരിക്കണം. അതെ, അമ്മാവൻ നിന്നെ ഇത്രയും പറഞ്ഞിട്ടും നീ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ റൊണാൾഡേ. എൻ്റെ 2 പൊന്നുമക്കളാണ് സത്യം. ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല.
അമ്മാവൻ്റെ മരുമോള് അമ്മായി റോസ്മേരി പിള്ളേർ പിന്നെ ആ ബീച്ചിൽ വന്ന സകലമാന ആൾക്കാരും കേൾക്കെ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? ഞാൻ ഒറ്റ അക്ഷരം വേണ്ടിയില്ല. സത്യം ക്ലീറ്റോ, റോസ്മേരിനെ വിളിച്ചിട്ടുണ്ടായി ഞാൻ. അവള് പറഞ്ഞു പാവം നിന്ന് കേൾക്കുമായിരുന്നു, കമാന്നൊരക്ഷരം മിണ്ടിയില്ലെന്ന്. അങ്ങേർക്ക് പണ്ടേ നമ്മളോട് അത്ര ഇതല്ല, ചൊറിച്ചിലാണ് ശരിയാ. നമ്മളെ ഇച്ചിരി പൈസ സൗകര്യം അയാൾക്കാണെങ്കിൽ ലോകം അഹങ്കാരം. മൊത്തം കൃഷി, ഉം. കയ്യിലാണെങ്കിൽ നിറച്ചും പൈസ, പൈസ. അറിയപ്പെടുന്ന പ്രമാണം എന്നുള്ള നെകളിപ്പ്. അതാണ് ഈ കണ്ണി കാണുന്നവർ എപ്പോഴും ഉപദേശിക്കുകയും ആക്ഷേപിക്കാൻ നിൽക്കുന്നത്. അയാളുടെ ഉള്ളിൽ ഉപദേശം കിടക്കണമെങ്കിൽ അയാളുടെ ഒരു പുസ്തകം എഴുതാൻ പറ, എന്റെ ഉപദേശങ്ങൾ. ഇനി ഉപദേശിക്കാൻ വന്നാൽ ഒന്നും നോക്കണ്ട, തീർത്ത് പറഞ്ഞോ, ബാക്കി നമുക്ക് വഴിയേ കാണാം. അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏയ്, ഞാൻ എപ്പോഴെങ്കിലും വന്നോട്ടെ? എടാ ഇങ്ങനെയാ വേണ്ടത്? എടാ പ്രായമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ പറ്റും, കേൾക്കണം, ഇല്ലേ വിട്ടളം നിൽക്കണം. അമ്മാവനാണെങ്കിലും അമ്മാവന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ കണ്ണി കാണുമ്പോൾ ഉപദേശിക്കാൻ ആക്ഷേപിക്കാനും നിൽക്കരുത്. ഹെടി അത് പൈസയുടെ ഉങ്കല്ലാതെ എന്താ? പൈസ ഉണ്ടെങ്കിൽ അങ്ങേരെ കയ്യിൽ വെച്ചേക്കണം. അവൻ എന്റെ അനിയനാണ്, അങ്ങനെ അവനെ വായിത്തോണ പറയാൻ അവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാനൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല. ആ ഇവിടെ ഇനി ഇതിനെ കുറിച്ചൊരു ചർച്ച വേണ്ട. അങ്ങേർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. പണി കൊടുക്കാൻ ഞാൻ ഗുണ്ടടാ നീ എന്ത് ചെയ്യാൻ അവനെ? എടാ എന്താ നിന്റെ പ്രശ്നം? എന്ത്? നീ എന്തിന് ഇത്ര രോഷം കൊള്ളണത്? അത് അവനും അമ്മാവനും തമ്മിലുള്ള പ്രശ്നം അവര് തീർത്തോളും. എടേ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്, അല്ല എരിയേറ്റ് വിടല്ലേ വേണ്ടത്. അല്ലെ തന്നെ അമ്മാവനും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം അവർ തീർത്തോളും. നിങ്ങൾ എന്തിനാ വേണ്ടത്? പിന്നെ അച്ചാച്ചനെ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണോ? എന്റെ പൊന്ന് കനക, ആദ്യം അമ്മാവനാണ് നന്നാവേണ്ടത്, അല്ലാതെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും. അതെ അതെ, നിങ്ങൾ നിർത്ത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം. ഈ അമ്മാവെന്ന് പറഞ്ഞ മഹാനെ കൊണ്ട് എവരോട് ഞാൻ മാപ്പ് പറയിപ്പിക്കും. എന്തിനാ ഞാൻ മാപ്പ് പറയണ്? ഞാൻ അതിനോട് തെറ്റ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ നിന്നോട് മാപ്പ് പറയണോടാ? പറയണോന്ന്? ഇവനോട് മാപ്പ് പറയുന്നത്? തങ്കം, നീ അഭിനയിക്കല്ലേ? നീയും ലില്ലിയും ഈ റൊണാൾഡും കൂടിയിട്ട് മോളിരുന്ന് സംസാരിക്കുന്നത് ഞാൻ ചേച്ചി കേട്ടതാ. എന്ത്? എനിക്ക് കർഷകനാണ്, കാശിന്റെ അഹങ്കാരം ഉണ്ട് അല്ലേ? നിനക്ക് എന്റെ ഉപദേശം പിടിക്കുന്നില്ല അല്ലേ? നീ എന്റെ മുട്ടുകാലിൽ തല്ലി ഓടിക്കാൻ പറഞ്ഞില്ലേ? നീ അമ്മാവിന്റെ മുട്ടുകാലിൽ തല്ലി ഓടിക്കാൻ ഉടായ്പ നമ്പർ ഇറക്കല്ലേ? ഞാൻ കേട്ടതാ നിങ്ങൾ അമ്മാവനെ കൊണ്ട് മാപ്പ് ഉറപ്പിക്കുന്നു പറഞ്ഞത്. അത് ഞാൻ പറയിപ്പിക്കും. എന്റെ പട്ടി പറയും മാപ്പ്. ഒന്ന് നിർത്തിക്കേ. നിർത്താനല്ലേ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്റെ ഒരു വഴക്കുണ്ടാക്കണ്ട. ഈ പ്രശ്നം ഇവിടെ വന്ന് പറഞ്ഞോണ്ടല്ലേ ഇതുണ്ടായത്. അമ്മാവന് കൊടുക്കേണ്ട ഞാൻ കൊടുത്തോളാം, എന്നോട് ആരും മാപ്പ് പറയണ്ട. അത് അമ്മാവനല്ല, അത് അമ്മാവൻ. ഇത് അമ്മാവൻ. എന്റെ ഏട്ടാ, ഇത് ഈ അമ്മാവൻ, മറ്റേത് ഞങ്ങളുടെ അമ്മാവൻ. അപ്പൊ ഞങ്ങളുടെ അമ്മാവനല്ലേ? അമ്മാവൻ നിന്റെ ആരുടെ ഇത്? എടാ അത് അമ്മാവൻ തന്നെ. അമ്മാവനെ കൊണ്ട് മാപ്പ് ഉറപ്പിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്? ഞങ്ങളുടെ അമ്മാവൻ. ഇതല്ലടാ ഞങ്ങളുടെ അമ്മാവൻ. ഒന്ന് നിർത്ത്. എന്നെ ആക്ഷേപിച്ചത് കൊണങ്ങാവുള്ള കുട്ടിച്ചനമ്മാവൻ. ഇത് എന്റെ സ്വന്തം ഗിരിരാജനമ്മാവൻ. എന്താ അമ്മാവാ? അതെ, ഈ വീട്ടിൽ ആകെ ഒരു അമ്മാവനേ ഉള്ളൂ, അത് ഞാനാ. ഇനി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അമ്മാവന്ന് വിളിക്കണമെങ്കിൽ പേര് കൂട്ടി വിളിച്ചേക്കണം. ചേച്ചിയേ